ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ കൊടൈക്കനാലിൻ്റെ 3ാമത്തെ പാർട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യത്തെ 2 പാർട്ടുകൾ കാണാത്ത കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ പാർട്ട് 1ൻ്റെയും പാർട്ട് 2ൻ്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കാണണേ. നമ്മൾ ഗുണ കേവ് കാണുവാനായുള്ള യാത്ര വളരെ പെടുത്തിക്കളഞ്ഞു. നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. 8 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലത്തേക്ക് 3 മണിക്കൂറാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഇത്രയും റിസ്ക് എടുത്ത് ഈ ഗുണ കേവിൽ വന്ന് കാണുവാനുള്ള കാഴ്ചകളുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റായി ചെയ്യാമോ? ഗുണ കേവ് പോയിട്ടുള്ളവരാണ് അവർക്കറിയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി കാണിച്ചു തരാം ഞാൻ. ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇവിടെ ടിക്കറ്റ് എടുത്ത് വേണം മേളിലോട്ട് കയറി പോകാനായിട്ട്. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ ടിക്കറ്റ് എടുക്കണം. ഇത്രത്തോളം തിരക്കാണ് ഇവിടെ കാണുന്നത്. ചെന്നതിൽ ഏറ്റവും തിരക്ക് ഈ ഗുണ കേവിലായിരുന്നു. ഇത്രയും തിരക്കായതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഒന്ന് കിട്ടാൻ ഇച്ചിരി വൈകിപ്പോയി. എങ്കിലും ടിക്കറ്റ് കിട്ടി ഞങ്ങളത് മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗുണ കേവിന് ഈ പേര് വരാൻ കാര്യം 1991 കമലഹാസൻ ചിത്രം ഗുണ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഈ സ്ഥലത്തെ ഗുണ കേവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയുടെയും ചില ഭാഗങ്ങളെല്ലാം ഈ ഗുണ കേവിൽ നിന്നാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. വണ്ടിയിലിരുന്ന് മടുത്തത് കൊണ്ട് തന്നെ മക്കളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞങ്ങളിവിടെ നിന്ന്. ഇവിടെ ബാത്റൂം സൗകര്യം കൂടിയുണ്ട്. ഐറും സൈറും ഫത്തവും ഒക്കെ താണ്ട കിടന്ന് കളിക്കുന്നത് കണ്ടോ. അവരുടെ ലോകമാണെന്നുള്ള രീതിയിലാണ് കളിക്കുന്നത്. ഞങ്ങൾ പാർക്കിലേക്ക് ഇറങ്ങിയതാണെങ്കിലും പാർക്കിലെത്താൻ കഴിഞ്ഞിട്ടില്ല. 3 മണിക്കൂർ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിപ്പോയത് കൊണ്ട് തന്നെ ഇനി പാർക്കിൽ പോക്ക് നടക്കുന്ന കാര്യവുമല്ല. കുറച്ചിങ്ങോട്ട് കയറി വരുമ്പോൾ എല്ലാവരും തന്നെ മടുക്കും. അങ്ങനെയാണ് ഈ ആളുകളൊക്കെ വന്ന് വിശ്രമിക്കാനിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും ആളുകൾ ഇരിക്കുന്നുണ്ട്. മരങ്ങളിലൊക്കെ ചാരി ഇരുന്ന് ഒക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ നിന്ന് ഗുണ കേവ് എന്നെഴുതി വെച്ചേക്കുന്നിടത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് ആളുകളുടെ തിരക്ക് കാരണം ബോട്ട് പോലും ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഇറങ്ങിപ്പോകുന്ന ഈ ഭാഗത്തെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് തന്നെ വലിയ ഉപകാരമാണ്. ഇറങ്ങിപ്പോകാൻ ഒരു സൈഡും കയറി വരാൻ മറ്റൊരു സൈഡുമായിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ഇടിയില്ലാതെ ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞു. ഈ ഭാഗത്ത് വലിയ ഒരുപാട് ഗുഹകളുണ്ട്. ഡെബിൾസ് കിച്ചൺ എന്നായിരുന്നു ഈ ഗുഹയെ മുൻപ് അറിയപ്പെട്ടിരുന്നത്. ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അപകട സാധ്യത ഏറെ ആയതിനാൽ നല്ല കട്ടിയുള്ള ഇരുമ്പ് ഗ്രില്ലിട്ട് അടച്ചിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ആ ഗുഹ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്രില്ലിട്ട് അടച്ചു വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഇരുമ്പ് ഗ്രില്ലിനകത്തോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ പേടിയാകും. കാരണം അത്രയ്ക്ക് ആഴമുണ്ട് ഈ ഗുഹകൾക്ക്. ഈ മണ്ടേന്ന് കാണുന്നത് പോലല്ല, കുറച്ച് സൈഡിലേക്കൊക്കെ താഴെ നല്ല ആഴ്ചയിലുള്ള ഗുഹകളാണ്. ഇനിയത്തെ കാഴ്ച വളരെ ഭംഗിയേറിയതാണ്. വാച്ചിങ് ടവറിന് മുകളിൽ കയറി നിന്ന് നോക്കിയാൽ കുന്നുകളും താഴ്വാരങ്ങളും വളരെ മനോഹരമായി കാണാം. ഒപ്പം തന്നെ നല്ല ആഴമേറിയ ഒരു കൊക്കയും ഉണ്ട്. നമുക്ക് പേടി തോന്നും, എങ്കിലും പച്ചപ്പ് നിറഞ്ഞ് വളരെ മനോഹരമായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. വാച്ചിങ് ടവറിൻ്റെ മുകളിൽ കയറി ഒന്ന് അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി. ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ്. ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ആളുകൾ വന്ന് ഒന്ന് മാറാമോ എന്ന് ചോദിച്ച് ബഹളമായിരുന്നു. ഈ ഒരു കാഴ്ച എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായി തോന്നുകയും ചെയ്തു. കെട്ടുപിടഞ്ഞ് കിടക്കുന്ന വേരുകളാണിത്. ഇവിടെ ഒരുപാട് പേര് വന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് കയറിപ്പോയപ്പോൾ ഇരുന്ന ആളുകൾ പോലും അവിടുന്ന് അനങ്ങിയിട്ട് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അവർ ഫോട്ടോ എടുക്കാനായിട്ടും വീഡിയോ പിടിക്കാനൊക്കെ ആയിട്ടും ഒക്കെ ഇരിക്കുകയാണ്. ഗുണ കേവിൽ 10 മണി തൊട്ട് 4:30 വരെ ടിക്കറ്റ് ഉള്ളെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ 4:30 ആയിരുന്നു. അവിടെ നല്ല തിരക്കും ബഹളവും ഒക്കെ കേൾക്കാം കൗണ്ടറിൽ. എനിക്ക് തോന്നുന്നു ടിക്കറ്റ് തീർന്നു എന്ന് പറഞ്ഞതിന് ആളുകൾ ബഹളം വെക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങ് മുകളിൽ കണ്ടതിൽ ഏറെയും താഴെ ആളുകൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ പറയാൻ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഈ വീഡിയോയുടെ തുടക്കം തന്നെ പൈൻ ഫോറസ്റ്റാണ് കാണിക്കുന്നത്. ഈ കൊടൈക്കനാലിലെ പ്രധാന കാഴ്ചകളിൽ ഒന്നാണ് ഈ പൈൻ ഫോറസ്റ്റ്. രാവിലെ 10 മുതൽ 6 വരെയാണ് അവിടുത്തെ സന്ദർശന സമയം. പൈൻ ഫോറസ്റ്റിനകത്തൂടെയുള്ള നടത്തം തന്നെയാണ് അവിടുത്തെ പ്രധാനം.
ഒരുപാട് സമയം റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. ഇറങ്ങിയാൽ തിരിച്ച് വണ്ടിയിലേക്ക് കയറണമെന്ന് പോലും നമുക്കില്ല, അതുപോലെ നമുക്കൊരു റിലാക്സാണ് കിട്ടുന്നത്. അവിടുന്ന് നേരെയാണ് ഗുണ കേവിലേക്ക് വന്ന് കയറുന്നത്. ഗുണ കേവിൽ നിന്നിറങ്ങി ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടൽ തേടി ഇറങ്ങിയതാണ്. 4:30 സമയമായതുകൊണ്ട് തന്നെ ചോറും ബിരിയാണിയൊക്കെ തീർന്നു പോയിരുന്നു. ഇവിടുന്ന് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് മക്കളെയുമായി വന്ന് കയറിയത്. ഈ ചോക്ലേറ്റ് ഫാക്ടറി കണ്ടിട്ട് മക്കൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഓടി കളിക്കുന്നു, ചോക്ലേറ്റുകൾ ചൂണ്ടി കാണിക്കുന്നു, അങ്ങനെ നല്ല ബഹളമാണ്. ഹോം മെയ്ഡ് ചോക്ലേറ്റുകളാണ് ഈ ഫാക്ടറിയുടെ പ്രത്യേകത. ചോക്ലേറ്റ് எப்படி ரேட்? 1 கிலோ 250 கிராம் வந்து 2 கிராம். ஓகே ഇതെന്താണ്? നമുക്കിഷ്ടമുള്ള അളവിൽ അവർ ചോക്ലേറ്റ് തൂക്കിത്തരും. 1/4 കിലോ വേണ്ടിയവർക്ക് 1/4 കിലോ, 1 കിലോ വേണ്ടിയവർക്ക് 1 കിലോ, അങ്ങനെ ഇഷ്ടമുള്ള അളവിൽ വേണ്ട പലതരത്തിലുണ്ട്. വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തത്. ചോക്ലേറ്റ് ഉരുക്കി അച്ചിനകത്തൊഴിച്ച് റെഡിയാക്കി എടുക്കുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റാണ് ഇതെന്നാണ് അവർ പറഞ്ഞത്. ഇവർക്ക് ഫാക്ടറിയുടെ ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവെക്കുന്നതാണെന്നും പറഞ്ഞു. നല്ല കളർഫുള്ളാണ് കാണാനായിട്ട്. പിന്നെ ചോക്ലേറ്റ് ചിപ്സുകൾ, ഡാർക്ക്, വൈറ്റ്, മിൽക്ക്, ഇങ്ങനെ ഒരുപാട് ചോക്ലേറ്റുകൾ ഇവിടെ കാണാം. ചോക്ലേറ്റുകൾ മാത്രമല്ല, പലതരത്തിലുള്ള മിഠായികളെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ആവശ്യമായുള്ള ചോക്ലേറ്റ് വാങ്ങി ഞങ്ങൾ ഇറങ്ങി. ഇങ്ങനെയുള്ള മാങ്ങയും ചക്കയൊക്കെ കണ്ട അബി വിടുകയല്ല, അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗുണ കേവിൽ നമ്മൾ ഈ മാങ്ങ വാങ്ങിക്കാനായിട്ട് കടയിൽ കയറി വില ചോദിച്ചപ്പോൾ 3 പീസിന് 50 രൂപയാണ് അവിടെ പറഞ്ഞത്. എന്നാൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ വഴി സൈഡിലിരിക്കുന്ന ഒരു അക്ക എടുത്ത് ഇറങ്ങി മേടിച്ചപ്പോൾ ഒരു മാങ്ങയ്ക്ക് 50 രൂപയാണ് എടുത്തത്. ഒരുപാട് ആളുകളും ടൂറിസ്റ്റുകളും ഒക്കെ വരുന്നിടത്ത് വില കൂടുതലും, എങ്കിൽ വഴിയിലിരിക്കുന്നവർക്ക് വില കുറവുമാണ്. വ്യത്യാസം പറഞ്ഞു എന്ന് മാത്രം. കുക്കുവിനും അബിക്കുമൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത്. കുക്കുമോളിങ്ങനെ ചൂണ്ടിക്കാണിച്ചത് അണ്ടബിയാഞ്ചി ഇവിടെ മാങ്ങയുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൻ വണ്ടി നിർത്തി ഇറങ്ങി വാങ്ങിച്ചു കൊടുത്തതാണ്. മുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ട് അവരത് നമ്മുടെ കയ്യിൽ തന്നു തേച്ച്. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. ഇനിയും കാഴ്ചകൾ ഒരുപാട് കാണാൻ ബാക്കിയുണ്ട്. 3 മണിക്കൂറോളം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പം ഒരുപാട് സമയം ഇനിയും കറങ്ങി നടന്നു കഴിഞ്ഞാൽ ഒരുപാട് രാത്രിയാകും നമ്മൾ വീട്ടിൽ ചെല്ലാനായിട്ട്. കുഞ്ഞുമക്കളൊക്കെ ക്ഷീണിച്ച് തുടങ്ങി. അവരെയും കൊണ്ട് നമ്മൾ കൊടൈക്കനാൽ ഇറങ്ങുകയാണ്. മെയിനായിട്ട് കാണേണ്ട എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ രാവിലെ കണ്ണാടി വാങ്ങിച്ച കടയുടെ അവിടെ ഒന്നുകൂടി ഇറങ്ങി. പോകുന്ന വഴിക്ക് ഐറുമോൾ കണ്ണാടിയുടെ മണ്ടേ കയറിയിരുന്നു. അവൾ എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുന്നതാണ്. അവളുടെ കണ്ണാടി പൊട്ടിപ്പോയി. അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മൾ ആ യാത്രയിൽ അത് ശ്രദ്ധിച്ചിരുന്നു. ആ കണ്ണാടി പൊട്ടിയതിൽ അവൾക്ക് സങ്കടമുണ്ടെന്ന്. എന്നാൽ ആ കണ്ണാടി വേണം എന്ന് അവൾ പറഞ്ഞില്ല. എന്തോ വാങ്ങിച്ചു കൊടുക്കാൻ നേരം തന്നെ എനിക്ക് വേണ്ട മാമി എന്നാണ് പറഞ്ഞത്. ആ കുഞ്ഞ് കണ്ണാടി പൊട്ടിപ്പോയതിൻ്റെ ഒരു സങ്കടം മാറാനായിട്ട് നമ്മളവിടെ നിർത്തി കുഞ്ഞിന് കണ്ണാടി ഒന്നുകൂടി വാങ്ങിച്ചു കൊടുത്തു. കണ്ണാടി കയ്യിൽ കിട്ടിയപ്പോഴത്തെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഇതാ നമ്മൾ കൊടൈക്കനാലിൻ്റെ എൻട്രി കടന്നപ്പോൾ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല, തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതാണ് കൊടൈക്കനാലിലേക്കുള്ള എൻട്രി. മുൻപോട്ടുള്ള യാത്രയിൽ ഇനി എവിടെയെങ്കിലും കയറി ഒന്ന് ഭക്ഷണം കഴിക്കണം. കാര്യം പറഞ്ഞാൽ ചോറുണ്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ബജിയും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാപ്പച്ചി വാങ്ങിച്ചുകൊണ്ട് വരും. കുരങ്ങന്മാർ തട്ടിക്കൊണ്ട് പോകാതെ വാപ്പച്ചി അതിനെ കൈകളിൽ ഒളിപ്പിച്ച് പിടിച്ച് മക്കൾക്കൊക്കെ കൊടുത്ത് വയറ് നിറപ്പിക്കുമായിരുന്നു. താഴോട്ട് വന്ന വഴിക്ക് വാപ്പച്ചി തന്നെ കണ്ടുപിടിച്ചൊരു കുഞ്ഞു കടയാണിത്. നല്ല ടേസ്റ്റായിരുന്നു ഇവിടുത്തെ ചായയ്ക്കും ഭക്ഷണത്തിനുമൊക്കെ. ഇവിടെ സമൂസയാണ് നമ്മൾ കഴിക്കാനായിട്ട് എടുത്തത്. സമൂസയ്ക്കൊപ്പം അവരൊഴിച്ച് തന്നൊരു ചമ്മന്തിയുണ്ട്, പറയാതെ വയ്യ. ഇപ്പോഴും ഓർക്കുമ്പോൾ കൊതി തോന്നുന്നു. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ചമ്മന്തി. സാധാരണ ബജിക്കടയിലെ ചമ്മന്തി ഒന്നും ഞാൻ കഴിക്കാറില്ല, ബജി മാത്രമേ കഴിക്കുകയുള്ളൂ. പക്ഷേ 2ാമതേയും പോയി 3ാമതേയും പോയി ഞാൻ ആ ചമ്മന്തി ചോദിച്ചു. ചമ്മന്തി തീർന്നിരുന്നു. എന്നാലും അവർ ആ പാത്രത്തിൽ നിന്ന് എങ്ങനെയൊക്കെയോ എനിക്ക് ആ ചമ്മന്തി എടുത്തു തന്നു. അത്രയ്ക്ക് നല്ല ചമ്മന്തിയായിരുന്നത്. നല്ലതാണോ അത്?
നല്ല വെറൈറ്റി ടേസ്റ്റ് അല്ലേ ചമ്മന്തി? ചായ കുടിയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ്. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ചക്കയാണ് ഇവർ ദേ ഇവിടെ ഇങ്ങനെ വെച്ച് വിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ ചക്കയൊന്ന് നോക്കാനും അതിൻ്റെ വീഡിയോ എടുക്കാനും വിലയൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ഇറങ്ങിയതാണ്. ചക്ക കണ്ടാൽ അബി പിന്നെ വണ്ടി അവിടെ നിർത്തും. ചക്ക, മാങ്ങ ഇതൊക്കെ അവൻ്റെ പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം ഞങ്ങളുടെയും കൂടെ കൂട്ടി വീഡിയോ എടുക്കാൻ പറഞ്ഞ് അക്ക ബഹളമായിരുന്നു. എല്ലാരും സമ്മതിക്കത്തില്ല. അതാ ഞാൻ എവിടുന്ന് വരുന്ന ഈ ചക്ക എങ്കേന്ന് വരുന്നതാ? അടുക്കം முழுசா கொடுப்போம் நீங்க. அது எப்படி? கிலோ 60. கேட்டு കിലോ 60 ഒരു ചക്ക തൂക്കും. അവിടെ വെറൈറ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട്. ഇതെന്നാ വിലയാക്ക? ഇതെന്നാ പാഷൻ ഫ്രൂട്ട്? நம்ம மலை ஃபேஷன் போட்டுருக்கோம். 1/4 கிலோ போட்டிருக்கேன் ராஜா. இது கிலோ 250. 650? 250. കിലോ 250 രൂപയാണ്. ഇതൊരു പാഷൻ ഫ്രൂട്ടാണ്. മൂന്നാർ സൈഡിലൊക്കെ കാണുന്ന പാഷൻ ഫ്രൂട്ടാണ് ഇത്. മൂന്നാർ സൈഡിലാണ്. പലതവണ ഞാനിതിൻ്റെ അരി കൊണ്ട് നട്ടിട്ട് പിടിച്ചിട്ടില്ല. பாய் தங்கம். கடை பை எடுக்கு. ഓക്കെ ബൈ. எங்க திருப்பு. എന്നാ പറഞ്ഞാലും തമിഴ്നാടുകാർക്ക് പ്രത്യേക ഒരു സ്നേഹമാണ്. സാധാരണ ഇങ്ങനെ വഴിയിൽ മുറിച്ച് വെച്ചേക്കുന്ന ചക്കയുടെ മണ്ടയിലൊക്കെ നല്ല ഈച്ചയും അങ്ങനെയുള്ള അഴുക്കുകളൊക്കെ കാണും. ഇവിടെ നല്ല വൃത്തിയായിട്ടാണ് ചക്ക ഇരിക്കുന്നത്. വേണ്ടേ, നമ്മൾ വാങ്ങിച്ച ചക്കയാണ്. ഇല്ല, എത്ര ചുളയുണ്ടാ? 1/4 കിലോ 50 രൂപ അല്ലേടാ? 1/4 കിലോ ചക്കച്ചോള 50 രൂപ. എത്ര? 5 ചോളയാണ് 50 രൂപയ്ക്ക് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. ഒരെണ്ണം 10 രൂപ വെച്ച്. ഓക്കെ, അതെ. വണ്ടിക്കകത്ത് നിന്ന് ഇപ്പം 5 പേരുണ്ട്. ഞങ്ങൾക്ക് ഓരോന്ന് വെച്ചെടുക്കാം. മറ്റേ വണ്ടിക്കാർ അറിയുകയും വേണ്ട. ഓക്കെ, എന്നാ നല്ല ആളുകള്. ഞാൻ ഫോട്ടോ എടുക്കാണ്. നിങ്ങൾ മാത്രം എന്നാടി തസ്നി, തസ്നിക്കും അബിക്കും ഉള്ളത്. ഇന്നാണ് അബിക്കും ഉള്ളത്. എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ എന്നാ താച്ചി? കണ്ടോ, വീട്ടിൽ ചക്ക ഉള്ളപ്പോൾ നമുക്ക് അഹങ്കാരമാണ്. ചക്കയ്ക്ക് ഒരു വിലയില്ല. അതാണ്ട് നോക്കി ചക്കയ്ക്ക് എന്നാ വിലയുണ്ടെന്ന്. ഒരു ചുളയ്ക്ക 10 രൂപ വെച്ച് അയക്കുന്നത്. എന്നാലും ചക്ക കണ്ടപ്പം അബി വെറുതെ വിട്ടില്ല. ഞാൻ കഴിക്കട്ടെ. 2 ചക്ക അവർക്കൂടെ വെച്ചേക്കാം. വെക്കണോ? ഷെയർ ചെയ്തെടുത്തിട്ട്. നല്ലല്ലേ? ചെറിയ പുളിപ്പുണ്ടല്ലേ? എങ്ങനെയുണ്ടാ റസ്നി? ചെറിയ പുളിപ്പില്ലേ? എങ്ങനെയുണ്ടോ താജി? സൂപ്പർ. ആ, ചെറിയ പുളിയുണ്ട്. നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ മഴയാണ്. നല്ല മഴയല്ല എങ്കിൽ ചെറിയ മഴയുമല്ല, ആ രീതി മഴയാണ്. മഴ കണ്ടിട്ട് ഒരുപാട് നാളുകളായി. നമ്മുടെ നാട്ടിൽ നല്ല ഒരു മഴ കണ്ടപ്പോഴത്തേന് അറിയാതെ നോക്കിയിരുന്നു പോയി. അങ്ങനെ നമ്മൾ തേനിയെത്തി ഭക്ഷണം കഴിക്കാനായി ഒരു കടയിൽ കയറിയത്. കഴിക്കാനായിട്ട് ദോശയ്ക്കാണ് പറഞ്ഞത്. ദോശ കൊണ്ടുവന്നപ്പോൾ അത്ഭുതം തോന്നി. മസാല ദോശയുടെ അത്രയും വലിപ്പമുള്ള ദോശ. കുഴപ്പമില്ലായിരുന്നു. ടേസ്റ്റ് വളരെ നൈസായതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് സെറ്റപ്പായിരുന്നു. എല്ലാവർക്കും തന്നെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. എന്താണെങ്കിലും ഈ കൊടൈക്കനാൽ യാത്ര ഇവിടെ തീരുകയാണ്. നല്ലൊരു യാത്രയായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. വലിയൊരു ആഗ്രഹമാണ് സഫലമായത്. നിങ്ങൾ കൊടൈക്കനാലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1-2 ദിവസം സ്റ്റേ ചെയ്തുകൊണ്ട് കാണാനായിട്ട് ശ്രമിക്കണം. അത്രയ്ക്കും കാണാനുണ്ട് കൊടൈക്കനാലിൽ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.